ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ടിക്കറ്റ് എല്ലാം വാങ്ങിയതിനു ശേഷം ടെൻഷനോടെ അർച്ചനയുടെ മുറിയുടെ പുറത്തു നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അതേസമയം സച്ചിയെ കളിയാക്കിക്കൊണ്ട് ആതിരയും സന്ദീപും പുറത്തു തന്നെ നിൽപ്പുണ്ട്. അല്പനേരം കഴിയുമ്പോൾ സേതുമാധവനും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ സേതുമാധവനോട് നാണത്തോടെ ടെൻഷനോടെയും അത് പിന്നെ അർച്ചന അകത്താണെന്ന് സച്ചി പറയുകയാണ്. ഇത് കേൾക്കുന്ന സേതു പറയുകയാണ്, നീ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ലേബർ റൂമിന്റെ പുറത്ത് നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ഞങ്ങൾക്ക് കണ്ടു തന്നെ അറിയണം. അതേസമയം തന്നെ അവന്തികയും സ്നേഹയും മുകളിലേക്ക് വരികയാണ്. നമുക്കിനി മുതൽ സന്തോഷത്തിന്റെ ദിവസങ്ങളാണെന്ന് സേതു പറയുമ്പോൾ അതെ അതെ എന്ന് ദേഷ്യത്തോട് പറയുകയാണ് അവന്തിക. തുടർന്ന് സ്നേഹയെ നോക്കിക്കൊണ്ട് അവന്തിക മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഈ വീട്ടിൽ വേറെ ആർക്കും കുഞ്ഞുങ്ങളുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനെയും എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അവന്തിക ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന ടെൻഷനോടെ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ടെൻഷനോടെ വീട് പുറത്ത് നിൽക്കുന്നതാണ്. ഇത് കാണുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇവൾക്കറിയാം എല്ലാവരും ടെൻഷനോടെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. ബിൽഡപ്പ് ഒക്കെ കൊടുത്തു വേണല്ലോ ഇറങ്ങി വരാൻ, അതിനു വേണ്ടിയായിരിക്കും ഇവളിപ്പോ എല്ലാവരെയും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അതേസമയം സേതു ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പോൾ ആരും ഇപ്പോൾ വിളിക്കേണ്ടെന്ന് ആതിര പറയുന്നു. എന്നാൽ സമാധാനം കിട്ടാതെ ടെൻഷനോടെ സച്ചി പെട്ടെന്ന് തന്നെ കഥകിൽ തട്ടാൻ ഒരുങ്ങുകയാണ്. അതേസമയം അർച്ചന മുറി തുറന്ന് പുറത്തേക്ക് വരുന്നു. അർച്ചന ടെൻഷനോടെ എല്ലാവരെയും നോക്കുകയാണ്. എന്തായി ചേച്ചി, എന്തായെന്ന് ആതിര ചോദിക്കുമ്പോഴേക്കും ആ പ്രഗ്നൻസി കിറ്റ് കയ്യിൽ വാങ്ങി നോക്കുകയാണ് സച്ചി. പെട്ടെന്ന് തന്നെ സന്തോഷം കൊണ്ട് സച്ചി അർച്ചനയെ എടുത്തുയർത്തുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. എന്നാൽ അവന്തിക മാത്രം ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കുന്നു. മോളെ, നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടതാ. അച്ഛനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്ന് സേതു അർച്ചനയോട് പറയുമ്പോൾ അർച്ചന സേതുവിന്റെ കാല് തൊട്ട് നമസ്കരിക്കുകയാണ്. എന്താണെങ്കിലും എല്ലാവരും സന്തോഷിക്കട്ടെ, കുറച്ചു കഴിയുമ്പോൾ എല്ലാവർക്കിട്ടുള്ള പണിയും ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് അവന്തിക ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നു. തുടർന്ന് സേതു പറയുകയാണ്, അവന്തികെ, നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ മല കയറി പ്രാർത്ഥിച്ചത്? എന്നിട്ട് ഇപ്പോഴേ അവൾക്ക് അനുഗ്രഹം കിട്ടിയില്ലേ? മോൾക്കെന്താ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കൺഗ്രാറ്റ്സ് പറയുകയാണ്. തുടർന്ന് അനഘ എല്ലാവർക്കും മധുരം കൊടുക്കാനായി സച്ചിയോട് പറയുന്നു. തുടർന്ന് അർച്ചന എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ്. അർച്ചന അവന്തികയുടെ അടുത്തേക്ക് മധുരം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവന്തിക അത് വാങ്ങാതെ ദേഷ്യത്തോടെ അർച്ചനയെ നോക്കി താഴേക്ക് പോകുന്നു. ഇത് കാണുന്ന എല്ലാവരും അവന്തികയെ നോക്കുകയാണ്. എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇനി ആരും അർച്ചനയെ ബുദ്ധിമുട്ടിക്കരുതെന്നും ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വേണം നോക്കാൻ. തിരുന്ന് കിട്ടിയ നിധിയാണിപ്പോ ഇത് അർച്ചനയ്ക്ക്. ദിവസവും വരെ അർച്ചനയെ കൊണ്ട് ആരും ഒരു ജോലിയും ചെയ്യിപ്പിക്കേണ്ടെന്ന് സേതു പറയുമ്പോൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാമെന്ന് ആതിര പറയുന്നു. സച്ചിയേട്ട, നാളെ തന്നെ ചെന്ന് ഡോക്ടറിനെ കാണണമെന്ന് സന്ദീപും പറയുന്നു. തുടർന്ന് സച്ചിയോടും അർച്ചനയുടെയും കുറച്ചു നേരം മുറിയിലേക്ക് പോയിരുന്നോളാൻ പറയുകയാണ് അനഘ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കമലയും അനൂപും കൂടി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ്. തുടർന്ന് അർച്ചനയുടെ പേരിൽ വഴിപാട് എഴുതിക്കാനായി അനൂപ് പോവുകയാണ്. അപ്പോഴാണ് ആതിര അനൂപിനെ വിളിച്ച് വിശേഷത്തെക്കുറിച്ച് പറയുന്നത്. ഇത് കേൾക്കുന്ന അനൂപിന് സന്തോഷമാകുന്നു. തുടർന്ന് അനൂപ് സന്തോഷത്തോടെ കമലയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അമ്മേ, നമുക്കിപ്പോൾ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോകണം, അച്ഛൻ്റെ വിശേഷമുണ്ടെന്ന് അനൂപ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കമലയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സന്തോഷത്തോടെ ഇരിക്കുന്ന രണ്ടുപേരെയുമാണ് കാണിക്കുന്നത്. തുടർന്ന് അളുവിനെ തൊട്ടിലിൽ നിന്നും എടുക്കുകയാണ് സച്ചി. അവളെ, നിനക്കുടൻ തന്നെ ഒരു കുഞ്ഞനിയും കൂടി വരുന്നുണ്ടെന്ന് സച്ചി പറയുമ്പോൾ അർച്ചനയും സന്തോഷത്തോടെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.